എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും പലരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഡയമണ്ട് എന്ന് കേൾക്കാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഡയമണ്ട് ആഭരണങ്ങൾ അണിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിപ്പോൾ ഡയമണ്ടിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. പക്ഷേ ഡയമണ്ട് മേടിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. ഡയമണ്ട് വളരെ വിലയേറിയ ഒരു സ്റ്റോണാണ്. ഈ കല്ലിന് ഇത്രമാത്രം വിലയുണ്ടാവുന്നതിന് കാരണമായിട്ട് തീർന്നിരിക്കുന്നത് ഇതിൻ്റെ ലഭ്യത വളരെ കുറവാണെന്നും ഇത് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നതുമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ജ്വല്ലറികളിലൊക്കെ സുലഭമാണ് ഡയമണ്ട് ആഭരണങ്ങൾ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എവിടെ നിന്നാണ് ഇത്രമാത്രം ഡയമണ്ട് നമുക്ക് ലഭിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ചതിക്കപ്പെടുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ഡയമണ്ട്സ് ഒന്നും തന്നെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നവയല്ല. ഇപ്പോൾ ലാബറട്ടറീസിൽ ഡയമണ്ട്സ് കൃത്രിമമായി ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ ഡയമണ്ട് കല്ലുകൾ നമുക്ക് ലഭിക്കുന്നത് ഭൂമിക്ക് വളരെയധികം അടിയിൽ നിന്നാണ്. അതായത് കാർബൺ, കരി എന്നറിയപ്പെടുന്ന ഈ ഒരു വിലയുമില്ലാത്ത വസ്തു ഭൂമിക്ക് ഒരുപാട് അടിയിൽ വളരെയധികം വലിയ മർദ്ദത്തിലും ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ പല വാതകങ്ങളുടെ സാന്നിധ്യത്തിലും സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയി വർഷങ്ങൾ കൊണ്ടാണ് ഒരു ഡയമണ്ടായിട്ട് രൂപാന്തരപ്പെടുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും മറ്റും ഉണ്ടാകുന്ന സമയത്താണ് ഭൂമിക്കുള്ളിലുള്ള ലാവയിലൂടെ ഈ കല്ലുകളും പുറത്തേക്ക് എത്തുന്നത്. അവ ഇങ്ങനെ ഒഴുകിയ നദികളിലും മറ്റും എത്തുകയും അങ്ങനെ അവ കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. അല്ലാത്തവ വളരെ അധികം ഭൂമിക്കുള്ളിലേക്ക് വലിയ കിണറുകൾ കുഴിച്ച് അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഡയമണ്ട് ഖനനം ചെയ്തെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു ലാബിനുള്ളിൽ ഇത്തരം സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ച് ഒരു ചെറിയ കല്ലിൽ നിന്ന്, അതായത് ഡയമണ്ട് കല്ലിൽ നിന്ന് വലിയ ക്രിസ്റ്റൽ രൂപപ്പെടുത്തിയെടുക്കുന്ന മെഷീനുകൾ കണ്ടെത്തി കഴിഞ്ഞു. ഇന്ത്യയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലാബറട്ടറി സ്ഥിതി ചെയ്യുന്നത്. അതെന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളാണല്ലോ ഇതുപോലെയുള്ള ആഭരണങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഒന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കൂ. അവ ഒന്നും തന്നെ നാച്ചുറൽ ഡയമണ്ട്സ് അല്ല, എല്ലാം ലാബിലുണ്ടാക്കിയെടുത്ത ഡയമണ്ടുകളാണ്. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കാം. നാച്ചുറൽ ഡയമണ്ട് ആണെങ്കിൽ കൂടിയും നമുക്കിതൊന്ന് പണയം വെക്കാനോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനോ ഒന്നും റീസെയിൽ മൂല്യമുള്ള ഒരു വസ്തുവല്ല ഡയമണ്ട്. എന്നിരുന്നാലും ചില ജ്വല്ലറി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിലും വില കൂടിയൊരു ഡയമണ്ട് വാങ്ങണമെങ്കിൽ ഇത് മാറ്റിക്കൊടുക്കാം എന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. എന്നാൽ ഇങ്ങനെ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡയമണ്ടിനെ സംബന്ധിച്ചിടത്തോളം റീസെയിൽ മൂല്യം എന്ന് പറയുന്നത് സീറോയാണ്. ഇത് ഒരിക്കലും തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ വിലയോ ഇതിന് കൂടുതലുള്ള വിലയൊന്നും തന്നെ ലഭിക്കാനോ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാച്ചുറൽ ഡയമണ്ടിൻ്റെ പോലെ തന്നെ ഇത് കൃത്യമായിട്ടുള്ള ഡയമണ്ട് കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. അതായത് ഡയമണ്ട് ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നാച്ചുറൽ ഡയമണ്ട് കാണിക്കുന്ന അതേ ഹാർഡ്നെസ് ഈ ഒരു ഡയമണ്ടും അതേ ഹാർഡ്നെസ് കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നാച്ചുറലായിട്ടുണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷനെ ആർട്ടിഫിഷ്യലായിട്ടൊരു ലാബറട്ടറിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഈ ഡയമണ്ടും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയമണ്ട് രണ്ടും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ നാച്ചുറൽ ഡയമണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ലാബറട്ടറിയിൽ ഉണ്ടാക്കുന്ന ഡയമണ്ട് വെറും 3 മുതൽ 6 മാസം കൊണ്ടാണ് ക്രിസ്റ്റലാക്കി വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു എന്താ പറയുക റെയർ വാല്യൂ എന്ന് പറയുന്നത് ഇല്ലാത്ത ഡയമണ്ടാണ് നമുക്ക് ലാബറട്ടറിയിൽ ഉണ്ടാക്കി ഇവർ നമ്മുടെ ആഭരണങ്ങളിൽ വച്ച് തരുന്നത്. ഇപ്പോൾ ഈ ഒരു ഡയമണ്ട് നോക്കുക. ഈ ഒരു ഡയമണ്ടിന് ഏകദേശം $1 മില്യൺ ഇത് നാച്ചുറൽ ഡയമണ്ട് ആണെങ്കിൽ ഇതിന് വില വരിക. എന്നാൽ ഇത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ $100,000 താഴെ മാത്രമേ ഇതിന് വില വരികയുള്ളൂ. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് നാച്ചുറൽ ഡയമണ്ടിൻ്റെ അതേ ക്വാളിറ്റി ഉള്ള ഒരു ഡയമണ്ട് 10 പൈസയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ മേടിച്ച് വെക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അതിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡയമണ്ടുകളുടെ ഗുണമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഡയമണ്ടുകൾക്ക് റീസെയിൽ വാല്യൂ 0ആണ്. യാതൊരുവിധ റീസെയിൽ വാല്യൂവും ഇല്ല. അതുകൊണ്ട് തന്നെ അസറ്റായിട്ട് ഇതൊരിക്കലും മേടിച്ച് വെക്കാനായിട്ട് പറ്റില്ല.
പകരം ഒരുപാട് പൈസയുള്ളവർ ജാട കാണിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഡയമണ്ടിൻ്റെ തിളക്കം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇത് മേടിച്ച് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കാം. പക്ഷേ ഇപ്പോഴുള്ള കടകൾ ഇത്തരത്തിൽ സത്യസന്ധമായിട്ടാണ് ഇത് വിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളോട് ആരും ഇത് ചെല്ലുമ്പോൾ ഇത് ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഡയമണ്ട് ആണ് എന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നാച്ചുറൽ ഡയമണ്ട് ആണ് എന്ന രീതിയിലാണ് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർ ഡയമണ്ടും അതുപോലെ സ്വർണവും ഒക്കെ വാങ്ങിക്കുന്നത് ഒരു അസറ്റ് എന്ന നിലയിൽ തന്നെയാണ്. ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ വിൽക്കണം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും ഡയമണ്ട് വാങ്ങാതിരിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഡയമണ്ടും നാച്ചുറൽ ഡയമണ്ട് അല്ല, പകരം ലാബിൽ ഉണ്ടാക്കിയെടുത്ത ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് ആണ്. അതുകൊണ്ട് അബദ്ധം സംഭവിക്കാതിരിക്കട്ടെ. സാധാരണക്കാരൊക്കെ ഇപ്പോൾ കല്യാണത്തിന് ഡയമണ്ട് വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾ ലാബ് ഗ്രോൺ ഡയമണ്ട് ആണ് മേടിക്കുന്നതെങ്കിൽ ഒരു റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ ഒരു ആവശ്യത്തിന് അത് വിൽക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ വിവാഹാഭരണങ്ങൾ തിരഞ്ഞെടുക്കുക. ശുദ്ധമായ സ്വർണത്തിൽ നിർമ്മിച്ച ആഭരണങ്ങൾ വാങ്ങുന്നത് തീർച്ചയായിട്ടും ഒരു അസറ്റ് തന്നെയാണ്. പക്ഷേ ഡയമണ്ട് കല്ലുകൾ ഇതൊക്കെ വാങ്ങുന്നത് ഒരിക്കലും ഒരു അസറ്റല്ല. ഭംഗിക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കളക്ഷൻ മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങാം. പക്ഷേ അതൊരിക്കലും നാച്ചുറൽ ഡയമണ്ട് ആയിരിക്കില്ല, പകരം ലാബിൽ ഗ്രോൺ ചെയ്ത ഡയമണ്ട്സ് ആയിരിക്കും. അതായത് ഒരു 1 മില്യൺ വർത്തുള്ള നല്ല തിളക്കമുള്ള ഒരു ഡയമണ്ടിൻ്റെ അതേ തിളക്കമുള്ള ലാബിൽ ഉണ്ടാക്കിയെടുത്ത ഡയമണ്ട് വെറും $100,000 നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ മൈനിങ് എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നതും ആ ഖനനത്തിലൂടെ ഡയമണ്ട് പോലെയുള്ള വിലയേറിയ കല്ലുകൾ കണ്ടെത്തുന്നതും. ദിവസങ്ങളും മാസങ്ങളുമൊക്കെ കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഒരു ഡയമണ്ടൊക്കെ ആയിരിക്കും ലഭിക്കുക. കിട്ടുന്ന ഡയമണ്ടുകൾക്ക് ക്വാളിറ്റിയിലും മറ്റും ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡയമണ്ട് അമൂല്യമായ ഒരു കല്ലാണെന്ന് പറയാതെ വയ്യ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ അമൂല്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ്ലെസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കല്ലായിട്ട് ഡയമണ്ട് മാറിയിരിക്കുന്നു. ലാബിൽ ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ഫീച്ചർ ഇതിനുണ്ടായിരിക്കുകയില്ല. പറഞ്ഞു വരുന്നത് ഒരു സാധാരണ കല്ലായിട്ടിപ്പോൾ ഡയമണ്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഇത് ലാബ് ഗ്രോൺ ആയിട്ടുള്ള ഡയമണ്ട് ആണോ എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായേക്കാം, ഇത്രമാത്രം ലാബിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ എന്തിനാണ് ഇത്രയും വില ഇഷ്ടം പോലെ അങ്ങ് ഉണ്ടാക്കിക്കൂടെയെന്ന്. അതിനും ഇവർക്കൊരു ട്രിക്കുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡയമണ്ടിൻ്റെ ആ ഒരു ബിസിനസ് തന്നെ ഇല്ലാതാവും. കാരണം നദിക്കരയിൽ കാണുന്ന മണല് പോലെ ഡയമണ്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡയമണ്ടിന് മൂല്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ച് ലിമിറ്റഡ് നമ്പർ മാത്രമേ ഇവർ ലാബറട്ടറിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അതായത് ഒരുപാടുണ്ടാക്കി ഡയമണ്ടിൻ്റെ മൂല്യം മൊത്തമായി നശിപ്പിക്കുന്ന രീതിയിലേക്ക് ബിസിനസ്സിനെ തളർത്താൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായ നമ്പർ ഇട്ടിട്ടാണ് ഓരോ ഡയമണ്ടും ഇവർ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഇതിൻ്റെ വില പിടിച്ചു നിർത്താൻ ഇതിൻ്റെ ബിസിനസ്സുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട്. ഡയമണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്നും കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മൾക്കാണ് എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കും എന്ന് അറിയാത്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവരുടെ ഒന്നും ചതിക്കുഴികളിൽ പെടാതെ കൃത്യമായ രീതിയിൽ നമ്മുടെ പൈസ ചിലവഴിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക.